എല്ലാവർക്കും നമസ്കാരം. ഇന്ന് റൂട്ട് കനാൽ ചികിത്സ എന്താണെന്നും അതെങ്ങനെ നടത്തുന്നതാണെന്നും നോക്കാം. എന്താണ് റൂട്ട് കനാൽ ചികിത്സ? പല്ലിന്റെ ഉള്ളിലുള്ള നാഡിയും രക്തക്കുഴലുകളും അണുബാധയാകുമ്പോൾ ആ പല്ല് രക്ഷിക്കാൻ ചെയ്യുന്ന ചികിത്സയാണ് റൂട്ട് കനാൽ ചികിത്സ. പല്ലിന്റെ ഉള്ളിൽ പൾപ്പ് എന്ന് വിളിക്കുന്ന ഒരു മൃദുവായ ഭാഗമുണ്ട്. ഈ പൾപ്പിൽ അണുബാധ ഉണ്ടാകുമ്പോൾ ശക്തമായ വേദനയും വീക്കവുമുണ്ടാകാം. എപ്പോഴാണ് ഇതാവശ്യമാവുക? പല്ലിൽ ആഴത്തിലുള്ള ക്യാവിറ്റി, പല്ല് പൊട്ടൽ, അല്ലെങ്കിൽ അണുബാധ നാഡി വരെ എത്തുമ്പോൾ റൂട്ട് കനാൽ ചികിത്സ ആവശ്യമായി വരാം. ശക്തമായ പല്ലുവേദന, കടിക്കുമ്പോൾ വേദന, ചൂടിനോ തണുപ്പിനോ അമിതമായ സെൻസിറ്റിവിറ്റി, പല്ലിനടുത്ത് അല്ലെങ്കിൽ മുഖത്ത് വീക്കം, പഴുപ്പ് തുടങ്ങിയവ ലക്ഷണങ്ങളാകാം. ആദ്യം ഡോക്ടർ പല്ല് പരിശോധിക്കുകയും ഒരു എക്സ്റേ എടുക്കുകയും ചെയ്യും. ഇത് അണുബാധയുടെ വ്യാപ്തിയും റൂട്ട് കനാലുകളുടെ രൂപവും മനസ്സിലാക്കാൻ സഹായിക്കും. തുടർന്ന് പല്ലിനും ചുറ്റുമുള്ള ഭാഗങ്ങൾ മരവിപ്പിക്കാൻ ലോക്കൽ അനസ്തേഷ്യ നൽകുന്നു. ഇത് ചികിത്സ വേദനയില്ലാതെ ചെയ്യാൻ സഹായിക്കുന്നു. തുടർന്ന് പല്ലിന്റെ മുകളിലായി ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കി അണുബാധയുള്ള ഭാഗത്തെത്തുന്നു. ഇൻഫെക്റ്റഡായ നാഡിയും പൾപ്പും സൂക്ഷ്മമായി നീക്കം ചെയ്യുന്നു. റൂട്ട് കനാലുകൾ ശുചീകരിച്ച് രൂപപ്പെടുത്തി അണുനാശിനികൾ ഉപയോഗിച്ച് അണുവിമുക്തമാക്കുന്നു. ശുചീകരണത്തിന് ശേഷം ഒരു ബയോകമ്പാറ്റബിൾ മെറ്റീരിയൽ ഉപയോഗിച്ച് കനാലുകൾ നിറയ്ക്കുന്നു. ഇത് ഭാവിയിൽ വീണ്ടും അണുബാധ വരാതിരിക്കാൻ സഹായിക്കുന്നു. മിക്ക അവസരങ്ങളിലും ചികിത്സ കഴിഞ്ഞ പല്ലിന് ഒരു ക്രൗൺ ഇടുന്നു. ഇത് പല്ലിന്റെ ശക്തിയും പ്രവർത്തനക്ഷമതയും ഭംഗിയും വീണ്ടെടുക്കാൻ സഹായിക്കുന്നു. റൂട്ട് കനാൽ ചികിത്സയ്ക്ക് ശേഷം ചെറിയ അസ്വസ്ഥതകൾ സാധാരണമാണ്. എന്നാൽ അതിക്രമമായ വേദന, വീക്കം, പനി എന്നിവ ഉണ്ടെങ്കിൽ താമസിക്കാതെ നിങ്ങളുടെ ഡെന്റിസ്റ്റിനെ കാണുക.